നിങ്ങളെ 2-3 പേര് മാത്രമാണ് ഇത്രയും ആൾക്കാർ ചോദ്യം ചോദിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 10-35-40 പേര് കാണും അല്ലേ? അങ്ങനെ വരട്ടെ. കുറെ നാളായിട്ട് മമ്മൂക്കയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായിരുന്നു ചോദ്യം? അതായത് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ? അതെ അതെ പിന്നെ തീർച്ചയായിട്ടും. അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി. നമ്മൾ ഏതായാലും ഇവിടെ വീട്ടിൽ തുറന്നിരിപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് തന്നെ ബിസിനസ് നടത്താം. അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോൾ അഭിനയിക്കുന്ന പടങ്ങളൊക്കെ വരും, നമ്മളെ കൊണ്ടാവുന്ന പോലെ വരും. ഇപ്പം സിനിമ ഇറങ്ങി ഇന്നലെ കുറേ റിവ്യൂസ് വന്നു. അപ്പോൾ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പോൾ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാവുന്ന? അവനോട് പോയില്ല, വന്നില്ലേ, പുള്ളി ഖത്തറില്ല. അത് ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ ഒരു അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൻ്റെ റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. അവൻ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറില്ല എന്നോട്. സിനിമയിൽ നമ്മൾ വല്ല ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണും. അത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ, അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലും ഉണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതമൻ അല്ല ഗോകുലിന്. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ മമ്മൂക്കയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോകില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പുത്തൻ ബൈക്കാണ് മേടിച്ചു കൊടുത്തു. കണ്ടതിന് ശേഷം പ്രേക്ഷകരെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. കാരണം നമുക്ക് ഈ പറഞ്ഞ ഭയങ്കര ഒരു പ്ലഷറബിൾ ജേർണി ആയിരുന്നു വാച്ചിങ് മമ്മൂക്ക ആസ് ഡൊമിനിക്. അതിന്റെ ഗ്ലിംസസ് അദ്ദേഹത്തിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സെൻസ് ചെയ്തു. സോ ഐ എസ്പെഷ്യലി ദർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ഇൻ ദ ഫിലിം. അപ്പോൾ മമ്മൂക്ക ഇതിനകത്ത് ആ റെൻഡിഷനും നമുക്ക് അത് പെർഫോം ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ടു ഡൊമിനിക്. തീർച്ചയായിട്ടും ആ മാജിക് പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ ഗൗതം സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുക. അദ്ദേഹം ഇസ് എ ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ. ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ വെരി വെരി വെൽ നോൺ ഡയറക്ടർ. ഓൾ ഹിസ് ഫിലിംസ് ആൻഡ് ആൻ അമേസിങ് ഫാൻ ഫോളോയിങ് കേരളത്തിലും. സോ അങ്ങനെ ഒരു ഡയറക്ടർ മമ്മൂക്ക കോമ്പിനേഷനിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു ഗ്രേറ്റ് ഓണർ ആൻഡ് പ്രിവിലേജ്. താങ്ക് യു സർ ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും പടം പോയി കാണണം. കാരണം ഇതിൽ ഒരുപാട് മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ട്. നമുക്കൊന്നും ഇതിൻ്റെ സ്റ്റോറി ലൈനിനെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ വി കനോട്ട് ഡിസ്കസ് ബിക്കോസ് കാണാത്തവർക്ക് അതൊരു സ്പോയിലറാവും. അതുകൊണ്ട് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു ദ ടീം മമ്മൂട്ടി കമ്പനി, മമ്മൂക്ക, Gautam sir and the whole team of technicians for making me a part of this. Thank you. It's a dream come true moment for me because having ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരു വട്ടം പോലും മമ്മൂക്കയായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അത് ഈ സിനിമയിലൂടെ കിട്ടി. അതും ഒരു ഗൗതം മേനോൻ ഫിലിമിലൂടെ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം, ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ആൻഡ് താങ്ക്സ് മമ്മൂക്ക, മമ്മൂട്ടി കമ്പനി ആൻഡ് ഗൗതം മേനോൻ ഫോർ കൺസിഡറിങ് മീ ഫോർ ദിസ് സ്മോൾ റോൾ. ഗ്രേറ്റ് റിവ്യൂസ് എല്ലാ ഓൺലൈൻ മീഡിയയിലും ഗ്രേറ്റ് റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഹവ് നോട്ട് പേഴ്സണലി സീൻ ദ ഫിലിം. ഞാൻ ഇന്നലെ രാത്രിയിലാണ് എത്തിയത്, ഇന്ന് വൈകുന്നേരം കാണും. സോ വെരി എക്സൈറ്റഡ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ആൻഡ് താങ്ക് യു എവരി വൺ.
താങ്ക് യു സർ. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് ഗൗതം സാറിനോട് പറയുമ്പോൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് മമ്മൂക്കയുടെ അടുത്ത് എത്താൻ സാധിക്കുമെന്നോ ആ ചിത്രം ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയും ഇപ്പം നല്ല റിവ്യൂസ് വരുന്ന കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു കോവിഡ് ടൈമിലാണ് നീരജ് ആദ്യമായിട്ട് ഈ ഒരു വൺ ലൈൻ പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗൗതം സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഗൗതം സാർ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ഇതായിരിക്കും, കുറച്ചൊരു ഫൺ മൂഡുള്ളൊരു ഫിലിം ഗൗതം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഗൗതം സാർ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ഒരിക്കലും മമ്മൂക്ക പോലൊരു ആക്ടറെ മനസ്സിൽ കണ്ടിട്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ആ ഒരു സ്കെയിലിലേക്ക് അതിനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗൗതം സാറിൻ്റെ അടുത്തും ചോദിച്ചത്, മമ്മൂക്ക ഇതിനകത്തേക്ക് വന്നാൽ നമ്മൾ ഈ സ്റ്റോറിയിൽ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരുപാട് ചേഞ്ച് വരുത്തേണ്ടി വരില്ല എന്നായിരുന്നു. അപ്പോൾ അന്ന് ഗൗതം സാർ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അതേപോലെ തന്നെ സാറിൻ്റെ അടുത്ത് നമുക്ക് പറയാം, അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനം പറഞ്ഞാൽ മതി എന്നാണ്. അപ്പം മമ്മൂക്കയുടെ അടുത്ത് ആ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സാറ് ഈ ക്യാരക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്, ഇതിനകത്ത് എന്തുമാത്രം ചേഞ്ചസ് ആയിരിക്കും മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ മമ്മൂക്ക ആദ്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ ഓർഗാനിക്കായിട്ട് ആ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് അത് മാത്രം എനിക്ക് മതി, എനിക്കായിട്ടൊരു ചേഞ്ച് നിങ്ങൾ തന്നെ ആ സിനിമയിൽ വരുത്തി അതിനൊരു ഇതുണ്ടാക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.